എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലായ ഓട്ടോ എക്സ്പ്ലോറേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൈമൺ തോമസ് ആൻഡ്രൂസ്. ഇന്ന് നമ്മളിവിടെ ഒരു പുതിയൊരു അപ്ഡേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഡോക്ടർ സൂരജിൻ്റെ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ വീട്ടിൽ കൊണ്ട് ഇത് ഡെലിവറി കൊടുക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആ വണ്ടിയിലേക്കൊന്ന് നോക്കാം. Swear I won't forget this, why do I regret this? In my mind reckless, thoughts are feeling endless. Sitting up I'm breathless, anxiety's infectious. I feel so defenseless, betrayed and embarrassed. I hate being open, I hate being broken. I feel like an ocean filled up with emotion. Anger ain't a potion, rub it on like lotion. I can feel it soaking, reopen, the scars have awoken. I can't move on till I let go. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഒരു ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വണ്ടി ഒരു അപ്രോക്സിമേറ്റ് ഒരു 6 മാസത്തിനിടെ സമയമായിട്ടുണ്ട് ഈ വണ്ടി ഒന്ന് ഈ ഒരു രീതിയിൽ റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടി. വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ടൈം എടുത്ത 2 വർക്കുകളാണുള്ളത്. ഒന്ന് പെയിൻറ്റിങ്ങും 2 പാച്ച് വർക്കുമാണ്. ഡോക്ടർ പ്രത്യേകം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി പണിത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഒരു വിൻറ്റേജ് ലുക്കിലേക്ക് വരണമെന്ന്. റൗണ്ട് മഡ്ഗാർഡ് ഒരു വിൻറ്റേജ് ലുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം കൂടി ആയതുകൊണ്ട് ആ ഒരു ഭാഗം കൂടെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് ലൈറ്റ്സ് വന്നേക്കുന്നത്. ലൈറ്റ്സ് വന്നപ്പോഴത്തേനും നമ്മൾ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൽഡ് ബീം ഹെഡ്ലൈറ്റ്സ് തന്നെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. I feel so lost, never at home. Need to be strong, every breath hold. Cause I can't move on till I let go. I can't move on till I let go. I feel so lost. ഈ വണ്ടിയിൽ അടുത്തതായിട്ട് നമ്മൾ വരുത്തിയ ഒരു അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത് സീറ്റിംഗ് ആണ്. അത് ആക്സിഡൻറ്റിൻ്റെ സീറ്റാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്, ഇത് ഫിറ്റ് ചെയ്തേക്കുന്നത്. ആക്സിഡൻറ്റ് സീറ്റും അതേപോലെ ബാക്കിൽ സ്റ്റോക്ക് ഫേസ് ടു ഫേസ് സീറ്റുമാണ് ഈ വണ്ടിക്കുള്ളത്. ഈ വണ്ടിയുടെ സീറ്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ് സീറ്റാണ് നമ്മൾ ഇതിൽ ചെയ്തേക്കുന്നത്. ആക്സിഡൻറ്റ് സീറ്റ് നമ്മൾ ചെയ്തേക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇച്ചിരിയും കൂടെ ഒരു വൈഡായിട്ട് നമുക്ക് ഒരു സീറ്റിംഗ് പോർഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഈ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഈ വണ്ടി പക്ക സ്റ്റോക്ക് കണ്ടീഷൻ ആയിരുന്നു. ഒരു 3+1 ഗിയർ ബോക്സ് ഒക്കെ ആയിട്ടുള്ള നോർമൽ 2 വീൽ ഡ്രൈവ് വണ്ടിയായിരുന്നു. ഈ വാഹനത്തെ നമ്മൾ കൊണ്ടുവന്നപ്പോഴേ മെക്കാനിക്കൽ സൈഡിലേക്ക് ചെയ്തെന്ന് പറഞ്ഞ് അപ്ഗ്രേഡേഷൻ ചെയ്തത് ഒന്ന് നമ്മളത് 4+1 ഗിയർ ബോക്സിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തു. പെയിൻറ്റും എല്ലാം മാറി, അതേപോലെ ടയറൊക്കെ മാറി നമ്മൾ NDMS ടയറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അങ്ങനെ കുറേ അപ്ഗ്രേഡേഷൻ ഈ വണ്ടിയെ നടത്തിയിട്ടുണ്ട്. I got the cash in the bag, stadium packed. Born a rock star in this life, gonna live it up on the attack. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, doing no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad, yeah. Baby, I'm bad. I just wanna stay bad, stay mad. Chip on my shoulder cause they treat me like an outcast. I ain't gonna take that, stay back. I'll be swinging hard till the hits come in all caps. I ain't gonna lay back, pray that someone's gonna help me. Ain't nobody like that. I ain't gonna wait, that's all fact. Give me one shot and I'll never get the throne back. I'm sick of being cautious, I'ma go cause something, can't stop this. I'ma steal everybody's lane, call it shoplift. Sick of hearing everyone complain when they thoughtless. Taste the pain, it's like candy canes. It makes me go change into a better frame, into a better name. Society's insane, we all live for fame, yeah. ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റേഴ്സ് ആണെങ്കിൽ പോലും നമ്മൾ ആ കമ്പനി വന്ന രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടാൻ വളരെ പാടായിരുന്നു. നമ്മൾ ഒത്തിരി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഇൻഡിക്കേഷൻ ലൈറ്റ്സും എല്ലാം കിട്ടിയത്. അതേപോലെ ഇതിൻ്റെ മീറ്ററും എല്ലാം ആ കമ്പനി വന്നു തന്നെയാണ് ഇരിക്കുന്നത്. പ്രിക്കോളിൻ്റെ മീറ്റർ സെറ്റാണ് ഇരിക്കുന്നത്. ഡോക്ടറിൻ്റെ കുറച്ച് ഐഡിയാസാണ് ഈ വണ്ടിയിൽ കുറച്ച് ഭാഗങ്ങൾ കാണുന്നത്, അത് പ്രത്യേകം പറയുന്നുണ്ട്. അതിലൊന്നാണ് ഓപ്പൺ ഗ്ലാസ് ഫ്രെയിം. ഓപ്പൺ ഗ്ലാസ് ഫ്രെയിം തന്നെ വേണം, അതായത് ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടാൻ വേണ്ടി അത് മസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വണ്ടിയിൽ കംഫോർട്ടും കൺവീനിയൻസും മാത്രമല്ല നോക്കിയിട്ടുള്ളത്, 2-3 സേഫ്റ്റിയുടെ പോയിന്റ്സും കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത് സീറ്റ് ബെൽറ്റ് ആണ്. നമ്മൾ ആക്സിഡൻ്റ് സീറ്റ് ബെൽറ്റ് തന്നെയാണ് ഈ വാഹനത്തെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ സീറ്റിൻ്റെ കൂടെ തന്നെ അവിടുന്ന് മേടിക്കുകയാണ് ചെയ്തത്. അടുത്തതായിട്ട് ഈ വണ്ടിയിലുണ്ടായിരുന്ന ഒരു സേഫ്റ്റി പോയിന്റ് ആയിരുന്നു ഹാൻഡ് റെസ്റ്റ്. അതൊരു വിൻറ്റേജ് ടൈപ്പിൽ സാധാരണ ഒരു അലുമിനിയം പൈപ്പ് ചെയ്തെടുത്തതായിരുന്നു.
അത് നമ്മൾ മാറ്റിയിട്ട് ഇച്ചിരിയും കൂടെ സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടി നമ്മൾ ട്രാവലറിൻ്റെ ഹാൻഡ് റെസ്റ്റാണ് ഇതെല്ലാം ആഡ് ഓൺ ചെയ്തേക്കുന്നത്. ഇതാകുമ്പോൾ ഇത്രയും വരുവുള്ളൂ, കൈ വെക്കാൻ ഒരു കംഫർട്ടുണ്ട്, കാണാൻ ഇച്ചിരിയും കൂടെ ലുക്കാണ്. അതിനുവേണ്ടിയാണ് നമ്മളിത് ആഡ് ഓൺ ചെയ്തത്. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമിൽ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡേഷൻസ് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പക്കാ സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിയായിട്ട് തന്നെയാണ് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. Live it up on the attack, baby I'm bad. I just wanna get caught up in this life, I'm crazy, I'm mad. Do it no cap, only got one, so you better go live it up. Cash in the bag, stadium packed, baby I'm bad. അപ്പോൾ നമ്മളിതിൽ റൂട്ട്സിൻ്റെ മെഗാസോണിക്ക് ഫോണാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് വോളിയം കുറച്ചോളൂ. അപ്പോൾ നമ്മൾ ഈ വണ്ടി വാങ്ങിയ സമയത്ത് ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം അത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സിംഗിൾ ഓണർ ജീപ്പായിരുന്നു എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ആ പഴയ ഓണർ, അതായത് ഈ വണ്ടി 10-25 കൊല്ലമായിട്ട് ഉണ്ടായിരുന്ന ആ വീട്ടിലേക്ക് ഇതിനെ ഒന്ന് തിരിച്ചു കൊണ്ടുപോവാണ്. പുള്ളിക്ക് വണ്ടി പണിയൊക്കെ കഴിഞ്ഞൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഒന്ന് ഫസ്റ്റ് ഓണറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ബക്കറ്റ് സീറ്റ് ആക്കിയായിരുന്നു. സൗണ്ടിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഈ ജീപ്പിൻ്റെ ഫസ്റ്റ് ഓണറായിരുന്ന ഹരിയങ്കിളിനെ വണ്ടിയൊക്കെ കാണിച്ച് ഹരിയങ്കിളിൻ്റെ വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ വണ്ടി അവിടെ നിന്ന് കൊണ്ടുപോയ വണ്ടിയല്ല വേറെ വണ്ടിയായി മാറിയിട്ടുണ്ട്, നല്ല ലുക്കായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളി ഫോട്ടോയൊക്കെ എടുത്തു, വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനി ജീപ്പ് നേരെ കാഞ്ഞിരപ്പള്ളിക്ക് കൊണ്ടുപോവാണ്. അവിടെയാണ് ഡോക്ടർ സൂരജിൻ്റെ വീട്. ഇപ്പോൾ സൂരജേട്ടൻ പറഞ്ഞിരുന്നത് പ്രകാരമാണ് നമ്മളിപ്പം ഈ വണ്ടി ഫസ്റ്റ് ഓണറെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നത്. അതായത് ഇനിയും ഇവനെ നല്ല ഭംഗിയായിട്ട് തന്നെ സൂക്ഷിക്കുമെന്നുള്ളൊരു ഉറപ്പ് കൊടുക്കുന്നത് പോലെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് നേരെ സൂരജേട്ടൻ്റെ വീട്ടിലേക്കാണ് വണ്ടി കൊണ്ടുപോയത്. കാഞ്ഞിരപ്പള്ളിയിലേക്ക് സൂരജേട്ടൻ്റെ വീട്ടിലേക്കാണ് വണ്ടി എത്തിച്ചത്. അപ്പോൾ സൂരജേട്ടൻ കുറച്ച് ബിസി ആയിരുന്നുണ്ട്, ആൾക്ക് എത്താൻ സാധിച്ചില്ല. അപ്പം സൂരജേട്ടൻ്റെ പപ്പായും അമ്മയാണ് വീട്ടിലുള്ളത്. അപ്പോൾ അവരെയാണ് വണ്ടി ഏൽപ്പിക്കുന്നത്. സൂരജേട്ടന് ISRO സയൻറ്റിസ്റ്റാണ്. അപ്പം ആൾക്ക് അതിൻ്റേതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സൈമണ് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വണ്ടി എത്തിച്ച് താക്കോലും കാര്യങ്ങളുമൊക്കെ സൂരജേട്ടൻ്റെ പപ്പായും അമ്മയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ സൂരജേട്ടൻ നേരത്തെ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടി ഏൽപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്, അതായത് ജീപ്പിനെ പറ്റിയൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്തിട്ടേ പോരാവുള്ളൂ എന്നുള്ളത്. കാര്യം കാറ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ആളാകുമ്പോഴത്തേനും നമുക്ക് ജീപ്പിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പം അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തിട്ടേ പോരാവുള്ളൂ എന്നുള്ളത്. അപ്പം അതൊക്കെ ചെയ്തിട്ടാണ് സൈമൺ അവിടെ നിന്ന് പോകുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഡോക്ടർ സൂരജിൻ്റെ വണ്ടി ഇന്ന് വീട്ടിൽ കൊണ്ട് നമ്മൾ കൊടുത്തേക്കുവാണ്. ഡോക്ടറിൻ്റെ പപ്പായും മമ്മിയും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് വണ്ടി കണ്ടിട്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്ന് വണ്ടി എടുക്കാൻ വന്നപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് ഒരു 4-5 മാസം കഴിഞ്ഞാണ് വണ്ടി കാണുന്നത്. അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുവാണ് രണ്ടുപേരും. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബാക്കി വീഡിയോയിലേക്ക് പോവാം.
വണ്ടിയുടെ ബ്രൈക്കിന്റെ വെള്ളം അതൊക്കെ ആക്സിഡന്റ് കൊടുക്കുന്നതിന് പതുക്കെ ക്ലച്ച് അയച്ചെടുത്ത വണ്ടി നീങ്ങി തോന്നും കാറിനെ പോലെ ബലത്തിൽ ചവിട്ടണമെന്ന് നല്ല വ്യത്യാസമുണ്ട്. ഇത് 2000 cc വണ്ടി. ആക്സിഡന്റ് കൊടുക്കണ്ട, ഇങ്ങനെ ഒരു സ്പീഡ് ഉണ്ടായിന്, ആ ഒരു സ്പീഡിലാവും പോകുള്ളൂ. നിർത്തി എടുക്കുമ്പോൾ മാത്രം മതി, അല്ലാതെ ബസ്സിന്റെ ആവശ്യമില്ല. അപ്പോൾ ഈ വണ്ടിയുടെ വർക്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം എന്നുള്ളത് സൂരജേട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ കണ്ടീഷൻ ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയാണ്, അതുപോലെ കോട്ടയം രജിസ്ട്രേഷനാണ്, പിന്നെ വിൻറ്റേജ് ലുക്ക് വരണമെന്ന് പറഞ്ഞു, അത് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ക്ലാസ് ഫീൽ കിട്ടണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വണ്ടിയുടെ വർക്കെല്ലാം തീർത്ത് സൂരജേട്ടൻ്റെ വണ്ടി കൊടുക്കണമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ സാധിച്ചില്ല. എന്നാലും സൈമൺ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്ത് വണ്ടി ഏൽപ്പിച്ചു, അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ദ അപ്കമിംഗ് നോട്ടിഫിക്കേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ.